ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുന്നു. ഇറാനിൽ നിന്ന് 3 വിമാനങ്ങൾ ഇന്ന് രാത്രി പുറപ്പെടും. മഷാദിൽ നിന്ന് 1000 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഡൽഹിയിലേക്ക് എത്തിക്കും എന്നാണ് അറിയുന്നത്. ഇറാൻ എംബസി തന്നെയാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നത്. Around 1,000 have been relocated from Tehran to home and from home to Mashhad. And they are waiting there, and the Iranian Kabir is going to bring them in 2 or 3 charter flights. പിതാവിനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അർജുൻ. കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകളെ എത്തിച്ചു. ഇന്നിപ്പോൾ 3 വിമാനങ്ങൾ പുറപ്പെടുന്നു. എപ്പോഴൊക്കെയാണ് അതിന്റെ സമയക്രമം? ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്? എത്ര ദിവസം ഈ ഒരു ഓപ്പറേഷൻ തുടരേണ്ടി വരുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്? പ്രാഥമിക ഘട്ടത്തിൽ ഞായറാഴ്ച വരെയെങ്കിലും ഈ വിമാനങ്ങൾ വരുമെന്നുള്ള കാര്യമാണ് ഇന്ത്യയിലുള്ള ഇറാന്റെ ഡെപ്യൂട്ടി അംബാസഡർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഇറാനിൽ നിന്ന് നേരിട്ടുള്ള ആദ്യ വിമാനം ഇന്ന് രാത്രി 11:30 എത്തുക. പിന്നെ നാളെ രാവിലെയും നാളെ വൈകിട്ടും ഓരോ വിമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 1000 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ മഷാദിലേക്ക് ഈ ടെഹ്റാനിൽ നിന്നും ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ 1000 പേരെയും നാളെ തന്നെ ആയിരിക്കില്ല എത്തിക്കുക, മറിച്ച് ഞായറാഴ്ച വരെയുള്ള വിമാന സർവീസുകളിലായിരിക്കും 1000 പേരും എത്തിക്കുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനം അടഞ്ഞു കിടക്കുന്ന ഇറാന്റെ ഈ വ്യോമഗതാഗതം ഇന്ത്യക്ക് വേണ്ടി തുറക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇറാൻ വ്യോമപാത തുറന്ന് അവിടെ നിന്നും ഇറാന്റെ തന്നെ ചാർട്ടേഡ് വിമാനങ്ങളായിട്ടുള്ള 3 വിമാനങ്ങളിൽ ഡൽഹിയിലേക്ക് ഡയറക്റ്റ് സർവീസ് നടത്തും. ആ വിമാനങ്ങൾ പക്ഷേ പുറപ്പെടുന്നത് ടെഹ്റാനിൽ നിന്നല്ല, മറിച്ച് മഷാദിൽ നിന്നാണ്. ഈ 1000 വിദ്യാർത്ഥികളെ ഇപ്പോൾ മഷാദിലേക്ക് ടെഹ്റാനിൽ നിന്ന് എത്തിച്ചിട്ടുമുണ്ട്. ഇവരെയാണ് അവിടെ ഈ മഹാൻ എയർ പറയുന്ന ഈ ഇറാന്റെ തന്നെ അവരുടെ ഫ്ലാഗ് കാരിയർ ആയിട്ടുള്ള വിമാനമാണ് മഹാൻ എയർ. അതിൻ്റെ ചാർട്ടേഡ് ആയിട്ടുള്ള വിമാനങ്ങളിലായിരിക്കും ഈ വിദ്യാർത്ഥികളെ എല്ലാവരും എത്തിക്കുന്നത്. ഏറ്റവും പ്രധാനം അടഞ്ഞു കിടക്കുന്ന വ്യോമപാത ഇന്ത്യക്ക് വേണ്ടി തുറക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇറാന്റെ ഡെപ്യൂട്ടി അംബാസഡർ, ഇന്ത്യയിലുള്ള ഡെപ്യൂട്ടി അംബാസഡർ അല്പം മുൻപാണ് ഈ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രാരംഭഘട്ടത്തിൽ ഞായറാഴ്ച വരെ ഈ ദൗത്യം നടക്കും. അതിലൂടെ ആയിരിക്കും 1000 വിദ്യാർത്ഥികളെയും എന്തായാലും ഇന്ത്യയിലേക്ക് മടക്കി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നത്.